ഇന്നിപ്പം രണ്ട് മന്ത്രി റിയാസും മന്ത്രി രാജീവും ഒക്കെ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ലഹരി വേട്ടയില് കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം ലഹരിയല്ല SFI ആണ് എന്നതാണ്. 2 കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തത് SFI നേതാവിനല്ലേ? SFI നേതാക്കൾ പിടിയിലായി കഴിഞ്ഞാൽ പറയില്ല ഇത് ഒന്നാമത്തെ സംഭവമാണ്. എന്താണ് പൂക്കോട് നടന്നത്? 150 പേരുടെ മുന്നിലാണ് ഒരാളെ വിവസ്ത്രനാക്കി റാഗിംഗ് നടത്തിയത് പൂക്കോട്. അത് ആത്മഹത്യ ചെയ്താണോ കെട്ടിത്തൂക്കിയതാണോ ഇപ്പോഴും അറിയില്ല. എന്താ ചെയ്തത്? കോട്ടയത്ത് കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കുത്തിക്കീറി, കീറിയ സ്ഥലത്ത് ഫെവിക്കോൾ ഒഴിച്ചു. അത്ര ക്രൂരമായ റാഗിംഗ് ചെയ്യണമെങ്കിൽ ഡ്രഗ് അഡിക്ഷനെ പറ്റുള്ളൂ. അപ്പൊ അതാരാ നേതൃത്വം കൊടുത്തത്? സംഘടനാ ഭാരവാഹികൾ. അപ്പൊ ഞങ്ങൾ പറയാതിരിക്കോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമുണ്ട്. ആ ആരോപണം പറയുക തന്നെ ചെയ്യും. ഞങ്ങൾ ഈ നിയമസഭയിൽ നിരന്തരമായി കൊണ്ടുവന്ന് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദഫലമായിട്ടും സാമൂഹ്യ സമ്മർദ്ദവും മീഡിയ എല്ലാവരും ഏറ്റെടുത്തപ്പോഴാണ് കേരളത്തിൽ ഇപ്പൊ ഈ നടക്കുന്ന റെയ്ഡ്. ഇപ്പോഴാണോ ഗവൺമെന്റ് അറിയുന്നത് കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന്? ഈ മന്ത്രിമാർ രണ്ടുപേരും ഇപ്പോഴാണ് അറിയുന്നത് കേരളത്തിൽ മുഴുവൻ ലഹരി മരുന്നാണെന്ന്. ഞങ്ങൾ 2022 കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞതാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നേരിടണം. ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ ഗവൺമെന്റിന് വാഗ്ദാനം ചെയ്തു. അനങ്ങിയില്ലല്ലോ 2 വർഷം. അപ്പൊ പിടിച്ചാൽ കിട്ടുമല്ലോ, ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇങ്ങനെയല്ല. സോഴ്സ് അറിയണം ആരാണെന്ന്. അവർ കുറ്റവാളികളാണ്, തെറ്റ് ചെയ്തവരാണ് എന്ന് SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താ എത്ര വിഷമം? SFI എന്ന് പറയുമ്പോ